ഇനി എന്തിനായി ഒളിക്കുന്നേ? അവള് നമ്മളെ കണ്ടില്ലേ? ഇതിനാ എല്ലാം നീ വിചാരിക്കുന്ന ശരിയെന്ന് വിചാരിക്കരുത്. അവൾക്ക് ഉറക്കത്തിൽ എണീറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. പകൽ സമയത്ത് എഴുന്നേറ്റ് നടക്കുന്ന പോലെ രാത്രിയിലും എഴുന്നേറ്റ് നടക്കും. നീ ഇവിടെ നിൽക്ക്, ഞാൻ അവളെ റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് വരാം. എന്റെ പൊന്നു മോളല്ലേ, വാ പോയി കിടക്കാം, വാ. ഇവള് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭ്രാന്തിയാ. എന്നാലും ഭയങ്കര കെയറിംഗ് അല്ലേ ഇവക്ക്. ചേച്ചി അനിയത്തിമാരൊക്കെ എന്ത് നന്നായിട്ട് അവള് നോക്കുന്നേ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല കുട്ടിയാ. വേദാന്ത്, നീ കുറച്ച് ഓവർ ആവുന്നുണ്ടേ. നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വിക്രാന്തിനും ആരതിക്കും വേണ്ടിയിട്ടാന്ന് മറക്കരുത്. അനിയത്തിമാരെ നോക്കേണ്ടത് ഒരു ചേച്ചിയുടെ കടമ തന്നെയാണ്. ഇവൾ അഞ്ജലിയുടെ ചേച്ചിയാ, അതിൽ പുകഴ്ത്താൻ ഒന്നുമില്ല. നീ ഒന്ന് അടങ്ങണ്ടേ വേദാന്തേ. എടോ അഹങ്കാരി, എന്താ പറ്റിയത് നിനക്ക്? ഞാൻ അകത്തോണ്ട് പോയി തിരിച്ചു വന്നപ്പോഴേക്കും നിന്റെ സ്ക്രൂ വല്ലതും ലൂസായോ? ടൈറ്റ് ആക്കാനുള്ള സാധനം എടുത്തോണ്ട് വരണം. ആദ്യം നിന്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ നോക്ക്, ഇഡിയറ്റ്. കൂടുതൽ ഷോ കാണിക്കല്ലേ, വാ. ഇനി നീ വീഴുമ്പോ ഞാൻ പിടിക്കണമായിരിക്കും അല്ലേ? എന്താ പറഞ്ഞേ? പിന്നെ എന്താടി ഇത്? വീട് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. നീ വീഴുന്നു, ഞാൻ പിടിക്കുന്നു. നാണമില്ല നിനക്ക്? ബ്ലഡി നോൺസെൻസ്. വാ. ഹലോ, നീ എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ സ്മാർട്ടും ഹാൻഡ്സം ഒക്കെയാണ്. നിന്റെ ഈ നോട്ടം അത്ര ശരിയല്ല. ആ, നിനക്ക് ഈ പ്രായത്തിലേ എന്താ അസുഖാന്ന് ഓർത്തതാ. എത്രയും പെട്ടെന്ന് നീ ഒരു കണ്ണട വാങ്ങിക്കും, ഇല്ലെങ്കി നീ കാരണം ഞങ്ങളൊക്കെ കഷ്ടത്തിലാവും. ഒന്ന് വായടക്കേ. നീ എന്നെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ നോക്കി എന്നുള്ള സത്യം തന്നെയാ. അല്ല, ഇതിപ്പോ ഏതോ സീരിയലിലെ പോലെ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മൈൻഡിൽ ഏതോ റൊമാൻറ്റിക് സോങ് പ്ലേ ആവുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നാണമില്ലേടി നിനക്ക്? ഡിസ്കസ്റ്റിംഗ്. എന്ത് ചെയ്യാനാ, സഹവാസ ദോഷം. നീ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ വയലും വന്നു തുടങ്ങി. ഹലോ, നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നീ എന്താ ആക്ഷൻ ഹീറോ ബിജു ആണോ, അതോ എന്റെ ഫേവറേറ്റ് ലാലേട്ടനാണോ? ഹെഡ് വെയിറ്റ് ഒക്കെ നല്ലതാ, പക്ഷേ നമ്മളോട് നമുക്ക് കുറച്ച് സെൽഫ് റെസ്പെക്ട് ഒക്കെ വേണം. എന്നാലും അത് ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല. അതെ, നിനക്കെന്താ പെട്ടെന്ന് പറ്റിയേ? എന്തൊരു കൊതുക ഇവിടെ. ആ, അത് കൊള്ളാലോ. സ്റ്റോർ റൂമിൽ പിന്നെ കൊതുകല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവോ? അതെ, ഈ പാതിരാത്രിയെങ്കിലും വായൊന്ന് അടച്ചു വെച്ചോടെ നിനക്ക്. പിന്നല്ലാതെ, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ ത്രിലോക സുന്ദരനാണെന്നുള്ള രീതിയില്. പെൺകുട്ടികൾക്ക് എന്താ നിന്നെ നോക്കിയിരിക്കുന്നതാണോ പരിപാടി? എന്തോ കാണാനൊക്കെ കുറച്ച് ഭംഗിയും കോലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇച്ചിരി അഹങ്കാരം കൂടുതൽ കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോ നീ എന്താ വലിയ ഹീറോ ആണെന്നുള്ള രീതിയിലാണല്ലോ പോസ് ചെയ്തോണ്ടിരിക്കുന്നേ. എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കാണാൻ ഹാൻസം ആണെന്ന് നീ സമ്മതിച്ചു അല്ലേ? അതൊന്നും കൂടെ ഒന്ന് പറയാവോ? റെക്കോർഡ് ചെയ്ത് വെക്കാം. അതൊക്കെ നിന്റെ വെറും തോന്നല. ഇംഗ്ലീഷിനെ ഇംഗ്ലീഷ് കൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു അപൂർവ ജീവിയാ നീ.
അതുകൊണ്ടാ ഞാൻ പറയുന്നതൊക്കെ നീ നിന്റെ ഇഷ്ടത്തിനാക്കി മാറ്റുന്നു. ഹലോ, അപ്പൊ നീ പറഞ്ഞൊക്കെ കള്ളമാണോ? കള്ളോ? പച്ച കള്ളോ? ഞാൻ പറഞ്ഞതൊക്കെ കള്ളോ? നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാതെ വന്ന കാര്യം എന്താന്ന് പറ. ശരി, ഞാൻ പറയാം. നമുക്ക് ഡാൻസ് കളിക്കാം. എടോ, താൻ എന്തൊക്കെയാ പറയുന്നേ? ഈ പാതിരാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നത് ഡാൻസ് പഠിക്കാൻ വേണ്ടിയാണോ? ആ അതെ, ഡാൻസ് പഠിക്കാൻ വേണ്ടി. നിനക്ക് ശരിക്കും ഭ്രാന്താണെന്നുള്ളത് നീ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് ഡാൻസോ? അതും ഈ പാതിരാത്രിയിൽ ഡാൻസോ? അല്ല, നമുക്ക് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പാലാരിവട്ടം ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ച് കളിക്കാം. ഇവിടെ എവിടുന്ന് വരുന്നു? എടോ, സത്യം പറയടാ, നിങ്ങൾ ശരിക്കും ഡാൻസ് കളിക്കാൻ വേണ്ടിയാണോ വന്നേ? ഇത്ര നേരം ഞാൻ പറഞ്ഞു മലയാളത്തിലല്ലേടി. നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസിൽ നിന്ന് വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ നീ. ഇപ്പൊ എന്ത് പറ്റി? എനിക്കും ഈ ഫംഗ്ഷൻ ഭംഗിയാക്കണം എന്നുണ്ട്. ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ വന്നേ. വാ, ഡാൻസ് കളിക്കാം. എന്റെ ദൈവമേ, നീ നിന്റെ ഭഗവാൻ ശ്രീരാമനോട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവന്റെ മേത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്പ് വിടാനെങ്കിലും ഒന്ന് പറയോ? ഇവന്റെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. നിന്റെ തലയിലെ ഇതുപോലത്തെ പൊട്ട ഐഡിയകൾ വരുമെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ആദ്യമേ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തോണ്ട് വരില്ലായിരുന്നു. നീ എന്തേ ചെയ്യുന്നേ? എന്തിനാ ഈ ഉടുപ്പൊക്കെ ഊരുന്നേ? 4 പെൺകുട്ടികൾ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് കേട്ടോ. ഡ്രസ് ഇട്, ഒന്ന് വേഗം ഡ്രസ് ഇടാൻ. നോണമില്ല ഇങ്ങനെ ചിന്തിക്കാൻ. ഞാൻ ചൂടെടുത്ത് എന്റെ ജാക്കറ്റ് ഊരിയതാ, അല്ല നിന്നെ പീഡിപ്പിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ഞാൻ അതിന് ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ. ഈ ചൂട് സഹിച്ച് ഡാൻസ് കളിക്കാൻ പറ്റില്ല. ശരിക്കും നിന്റെ പ്രശ്നം എന്താടി? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാലേ നിനക്ക് നിന്നോട് തന്നെ നാണക്കേട് തോന്നും. നിന്നെ പോലെയുള്ളവരെ പറ്റിയൊക്കെ എനിക്ക് അറിയാലോ. എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു നടക്കും. പുറകീന്ന് എപ്പോഴാ റൈറ്റ് ടൈം കിട്ടുന്നതെന്ന് നോക്കി അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കും. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വേണ്ടാത്ത വിചാരിക്കുന്നേ? നീ ഒരു മരക്കഴുതയാണെങ്കിലും നിന്റെ റെസ്പോൺസിബിലിറ്റീസ് കണ്ട് കുറച്ചെങ്കിലും ഇംപ്രസ് വന്ന സമയത്ത് അത് നീ എന്തെങ്കിലും പറഞ്ഞെങ്കിലും നശിപ്പിക്കും. അതെ അതെ, നീ നല്ലവൻ, ഞാൻ ചീത്ത. പറയുന്ന നോക്ക്. എന്തോ നിന്നെ കണ്ട് കുറച്ചൊക്കെ ഇംപ്രസ് ആയിന്നൊക്കെ വിചാരിച്ച് നിന്റെ താളത്തിനൊത്ത് തുള്ളുന്നൊന്നും കരുതണ്ട. എന്തിനെങ്കിലും നോക്കുന്നേ? ആദ്യം ആ ജാക്കറ്റ് ഇടാൻ നോക്ക്. പറ്റില്ലെന്നാണെങ്കി വന്ന വഴി അറിയാലോ, വിട്ടുപോക്കോ. ഇപ്പൊ സമാധാനമായില്ലേ നിനക്ക്? സമാധാനം കിട്ടാനോ? ഈ വീട്ടിൽ നിന്ന് ആരും കാണാതെ നിന്നെ പുറത്തിറക്കുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. ആദ്യം നമുക്ക് ഡാൻസ് പഠിക്കാം, മര്യാദയ്ക്ക് സ്റ്റെപ്പ് പഠിക്കണം, അല്ലാതെ തുള്ളി ചാടാൻ നിൽക്കല്ലേ. താഴെ കേൾക്കും. അതെ, ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാ. എല്ലാം അർജന്റായിട്ട് റെഡിയാക്കിയത്. അതുകൊണ്ടാണ് നാളെ പാർട്ടി കൊടുക്കാന്ന് വെച്ചത്. നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം. എന്തായാലും മിസ്സാക്കണ്ട. നിങ്ങളെ വിളിക്കാൻ ഞാൻ തന്നെ എത്തിക്കൊള്ളാം. ഓക്കെ. ആരോടാണാവോ ഇത്ര സ്നേഹത്തോടെ വരാൻ പറയുന്നത്? വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് കരുതിക്കും. അവർ നാളെ ഫംഗ്ഷന് വരുന്നുണ്ട്. അത് തന്നെ എനിക്കും വേണ്ടത്. നീ ചില സമയത്ത് പറയുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ മനസ്സിലാക്കാനാ? എനിക്കിങ്ങനെ സ്പൂണിൽ കോരി കൊടുത്ത് ഫീഡ് ചെയ്യിക്കാനൊന്നും അറിയില്ല. അതിരിക്കട്ടെ, അവര് വന്നു കഴിഞ്ഞാ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതെങ്കിലും നിനക്ക് പറയാൻ സാധിക്കുമോ? എൻഗേജ്മെന്റ് നടത്തിയതുപോലെ തന്നെ കല്യാണവും നടത്തുമെന്ന വേദാന്തിന്റെ വാശി വല്ലെന്ന് എനിക്കും കാണിച്ചു കൊടുക്കണം. അത് ഞാൻ ചെയ്തിരിക്കും. ഇത് സുഹാസിനിയുടെ തീരുമാനം. സുഹാസിനി, നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ കാര്യം എന്നൊന്ന് പറ. നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. നിനക്കറിയാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ പാതിരാത്രി ഡാൻസ് കളിക്കാൻ നീ വരില്ലായിരുന്നു. അത് ശരിയാ. നിന്നെ പറ്റി എനിക്ക് ഒരുപാട് കാര്യം അറിയാനുണ്ട്. നീ നേരത്തെ എന്താ പറഞ്ഞേ?
ഞാൻ നിന്നിൽ ഇംപ്രസ് ആയി എന്നല്ലേ? എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഞാൻ നിന്നോട് ഇംപ്രസ് ആയി എന്ന് പറഞ്ഞുന്നോ? എപ്പോ? ചെറിയ ഗ്യാപ്പിൽ നീ സ്വപ്നം കാണാൻ തുടങ്ങിയോ? ഞാൻ അങ്ങനെ പറഞ്ഞതേ ഇല്ല. നിന്റെ പല്ല് കൊള്ളാന്ന് പറഞ്ഞ നാട്ടുകാരെ മൊത്തം ചിരിച്ചു കാണിക്കണ്ട. ആദ്യം ഡാൻസിന് വേണ്ടി ശ്രദ്ധിച്ചു പഠിക്കും. നിനക്ക് ഡാൻസിനെ പറ്റി ABCD അറിയാമോ അറിയില്ലയോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. നിന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു നീ വലിയ മാധുരി ദീക്ഷിതാണെന്ന്. നിന്റെ ഡാൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ഇപ്പൊ മനസ്സിലായിക്കോളും. ശരി, കൈ കാണിക്ക്. അതെ, ഒന്നങ്ങോട്ട് മാറി നിന്നെ. എന്തിനാ കൈ പിടിക്കുന്നേ? ഡാൻസ് കളിക്കാൻ വേണ്ടിട്ടാ. സ്റ്റെപ്പൊക്കെ പഠിക്കണ്ടേ? അങ്ങനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാൻ നിന്നോട് ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞത് എന്റെ ദേഹത്ത് തൊടാൻ വേണ്ടിയല്ല. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അത് കൊള്ളാലോ. ഇതും ഉണ്ടോ? ഏത് വൃത്തികെട്ട സമയത്താണോ നീ ജനിച്ചത്? ഒരു പുണ്യാത്മാവ് അല്ലല്ല, പാപാത്മാവ്. അതൊക്കെ പോട്ടെ, തൊടാതെ ഞാനെങ്ങനെ ഡാൻസ് പറഞ്ഞു തരുന്നേ? എങ്ങനെയാന്ന് എനിക്ക് അറിയായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് ഡാൻസ് പഠിക്കാൻ വരുമായിരുന്നോ? കുറച്ച് ക്രിയേറ്റീവായി ചിന്തിക്ക്. കൈ പിടിക്കാതെ ഇങ്ങനെ ഡാൻസ് കളിക്കാം. എന്റെ ദേഹത്ത് തൊട്ടുകൊണ്ട് ഡാൻസ് കളിക്കാന്നുള്ള പൂതി ഉണ്ടെങ്കിൽ അത് നീ ഇപ്പൊ ഉപേക്ഷിക്കും. ചേട്ടാ ചേട്ടാ, ഈ പാതിരാത്രിക്ക് ഇത് എവിടെ പോയേ? വളയുടെ ശബ്ദമല്ലേ അത്? ചേട്ടന്റെ മുറിയില് ജോലിക്കാരിക്കേ തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഇവന്റെ മുറി കയറോ? ആർദി, നീ ഇവിടെ എന്താ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ വിക്കിയെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാൻ വേണ്ടിയോ? എന്നാലും നീ എങ്ങനെ ഇവിടെ വന്നേ? എന്തൊരു സ്വപ്നമാണോ? ആർദി, നീ എനിക്ക് കിസ് തന്നോ? അത് വിക്കിക്ക് ഫീൽ ആയില്ലേ? അയ്യോ, ഫീലായി, ഒരുപാട് ഫീലായി. ആരതി കൊച്ചേ, ആരതി കൊച്ചേ. എടാ വിക്കി, നീ പറഞ്ഞ സത്യം തന്നെയായിരുന്നു. ഇത് സ്വപ്നമായിരുന്നു. എന്റെ പൊന്നു ദൈവമേ, ഈ പ്രണയത്തിന് ഇത്ര രസം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടില്ല. 100% വട്ട് എന്ന് പറഞ്ഞാ പ്രേമം തന്നെയാ. അപ്പൊ ഞാനൊരു വട്ടനാണ്. ഞാൻ വട്ടനാ. ഈ വട്ട് എനിക്ക് മാറാതിരുന്നാ മതി. ഈ വട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആരതി കൊച്ചേ, ഐ ലവ് യു ഡി. എന്റെ പൊന്നു ദൈവമേ, നീ ശരിക്കുവേ ഒരു മ്യൂസിയത്തിലോ ഒരു സൂവിലോ ഒക്കെ ജനിക്കേണ്ടതാ. എന്തോ കഷ്ടകാലത്തിലേ ഇവിടെ ജനിച്ചു പോയതാ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നിന്റെ ഈ ചളി കേൾക്കാൻ വേണ്ടിയിട്ടല്ല. എടോ, അതല്ലടോ, നമ്മുടെ ഡാൻസിലെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതില് കളിക്കുന്നതിനേക്കാളും കൂടുതൽ ലിഫ്റ്റ് ചെയ്യാനും കറങ്ങാനും തിരിയാനും അതൊക്കെ കൂടുതലുള്ളത്. അതൊക്കെ നിന്നെ തൊടാതെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നേ? ദേഹത്ത് തൊടാതെ പഠിപ്പിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അയ്യോ, എന്തിനാടോ എന്നിങ്ങനെ വിഷമിപ്പിക്കുന്നേ? തൊടാതെ എങ്ങനെയാണോ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നേ? ഞാൻ എന്താ സൂപ്പർ വുമൺ ആണോ? കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കാൻ വേണ്ടിട്ട്? വല്ലാത്ത ലൂസ് ആണല്ലോ ഇവൻ. അതെ, ഞാൻ ഡാൻസ് പഠിക്കാൻ ഇങ്ങോട്ട് വന്ന, അല്ലാതെ ജിംനാസ്റ്റിക് പഠിക്കാനല്ല. എടുക്കാനും കറക്കാനും ഇവിടുന്ന് അവിടേക്ക് എറിയാനും ഒക്കെ അതിനൊന്നും ഞങ്ങളുടെ നാട്ടില് ഡാൻസ് എന്നല്ല പറയാ, സർക്കസ് എന്നാ പറയാ. ഇതിനെയാ ജനറൽ നോളജ് ഇല്ലാന്ന് പറയുന്നേ. ഇതിനെയൊക്കെ സർക്കസ് എന്നല്ല പറയുന്നേ, കണ്ടംപററി ഡാൻസ് എന്ന് പറയും. അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കണം, അല്ലാതെ വായിത്തൊന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല എന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? ആ, കറക്റ്റാ. നിനക്ക് അങ്ങനത്തെ അസുഖം ഉണ്ടല്ലേ? Will you just shut up? അത് നിന്റെ കൂടെ ഒരു ഡാൻസ്? നോ ബ്ലഡി വേ. അതൊരിക്കലും നടക്കില്ല. എന്താ
എന്താ എന്നെ പോലത്തെ പെണ്ണെന്ന് പറഞ്ഞു? എന്ത്? അതാ ഞാനും ചോദിച്ചത് എന്താന്ന്. നീ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന്. ഇതും അതുപോലെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ നീയും അപ്പൊ അതുപോലത്തെ ചെക്കനാണോ? നീയും അതുപോലത്തെ പെണ്ണാണോ? അത് തന്നെ ചോദിച്ച ഏതുപോലത്തെ പെണ്ണ് എന്ന് വെച്ചാ ഇങ്ങനെ ലൂസ് ആണോന്ന്. അതായത് അത് സൈക്കോ. വഴക്ക് പറയാനും ഗട്സ് വേണം. വെറുതെ അങ്ങ് തുടങ്ങിയിട്ട് എന്ന് പറയുന്നതല്ല. ഒന്ന് മിണ്ടായിരുന്നോട്ട് ഡാൻസ് ചെയ്യാൻ നോക്ക്. എന്റെ വിധി. എങ്ങനെ മാറി നടന്നാലും ഞാൻ നിന്റെ വായിലെ ചെന്ന് ചാടുന്നേ. ഹലോ, അതെന്റെ ഡയലോഗാ. ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നേ? ഇതേ എന്റെ തലയിലെഴുത്ത. ഞാനാ കാരണക്കാരി. ആദ്യം സിദ്ധാർത്ഥേട്ടനെ ആദ്യ ചേച്ചിയും വേണം പറയാൻ. അവരെന്നെന്താ ചെയ്തേ? അവര് രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചോണ്ടല്ലേ ഞാൻ നിന്റെ റിലേറ്റീവ് ആയത്. ആ കല്യാണത്തിൽ വെച്ച് തന്നെയാ ചേച്ചി വിക്കി ചേട്ടനെ ലവ് ആയതും. കറക്റ്റ്. യെസ്. ആ സിദ്ധാർത്ഥന് പറഞ്ഞാ മതി. അതിന് വേണ്ടിട്ട് ഒരു സമയം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഡാൻസ് കളിക്കാൻ നോക്ക്. നോ നോ, എനിക്കിങ്ങനെയൊന്നും പറ്റില്ല. സത്യമായിട്ടും യാ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി. ഏയ് മോളെ, ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കാൻ തെറ്റെന്ന് അറിയില്ല എനിക്ക്. നല്ല അടി കിട്ടും കേട്ടോ. ഇത്ര ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് അറിയോ? എനിക്കറിയുന്ന കാര്യമല്ലേ. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളം. നീ ആ പറഞ്ഞ കള്ളമല്ല, ഈ പറഞ്ഞ കള്ളം. ശരിയെങ്കി നീ ഭയങ്കര ഗ്ലാമറാ. ഇത്തിരി ഓവറാണ്, എന്നാലും അത് സാരമില്ല. വലിയ ആള് കളിച്ച് ഞാൻ ഡാൻസ് ഒന്നും കളിക്കില്ല എന്ന് പറഞ്ഞ ഇപ്പൊ നിന്ന് സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ടല്ലോ. അത് ആക്ച്വലി എന്താന്ന് വെച്ചാ വീട്ടുകാർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. നീ വീട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും എനിക്കറിയാം. നമ്മുടെ ഫാമിലിക്കില്ലാതെ ഞാൻ മറ്റാർക്ക് വേണ്ടി എന്ത് ചെയ്യാനാ മോളെ? നിങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ പാതിരാത്രി പോയി അമൂലയുടെ വീട്ടിൽ ചെന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമായിരുന്നോ? എന്താ പറഞ്ഞേ? നീ അമൂല്യയുടെ വീട്ടില് രാത്രി ഡാൻസ് പ്രാക്ടീസിന് പോയിരുന്നോ? ലൈക്ക് സീരിയസ്ലി? അത് ആക്ച്വലി എന്താണെന്ന് പറയ് ചേട്ടാ, പറയ്. കാരണം എന്താണെന്നറിയോ? ഇന്നലെ നൈറ്റ് ഞാൻ നിന്റെ റൂമിൽ വന്നപ്പോ നീ അവിടെ ഇല്ലായിരുന്നു. ഈ നട്ടപ്പാതിരിക്ക് ഇത് എവിടെ പോയെന്ന് ആലോചിച്ച് ടെൻഷനായി പോയി. പിന്നീട് അവിടെ തന്നെയായിരിക്കും, വേറെ എവിടെ പോകാനാന്ന് ആലോചിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അത് തന്നെ ഞാനിപ്പോ പറഞ്ഞില്ലേ റീസൺ എന്താന്ന്. ചേട്ടനിനി പറഞ്ഞില്ലെങ്കിലും റീസൺ എന്താന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. എന്താ നിനക്ക് മനസ്സിലായേ? നിനക്കൊന്നും മനസ്സിലാവില്ല. എന്റെ റൂം ആകെ അലങ്കോലാക്കി പോയി കാണും. രാവിലെ എന്റെ ബെഡ്ഷീറ്റ് ഒക്കെ തറയിലായിരുന്നു. അല്ല, ഇത്ര പ്രായമായില്ലടാ, ഇനിയെങ്കിലും നിനക്ക് സ്വന്തമായിട്ട്. ബ്രദർ, നീ ടോപ്പിക് ചേഞ്ച് ആക്കാൻ നോക്കണ്ട.
നീ ഇങ്ങനെ വല്ലത് ഓവറായി സംസാരിക്കേണ്ട അമൂല്യ. എന്താന്ന് പറയട്ടാ? ചേട്ടാ എന്താ നടക്കുന്നത്? ഞങ്ങളോടും പറയുന്നേ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അല്ല ചേട്ടാ, എന്നെ കാണാൻ അമൂല്യയെ പോലെ തോന്നുന്നുണ്ടോ? പ്രാക്ടീസ് കുറച്ചു ഓവറായെന്നാ തോന്നുന്നേ. നിങ്ങൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വേണ്ടാത്ത പറഞ്ഞോണ്ടേയിരിക്കും. എനിക്ക് ചെയ്യാൻ കുറെ ജോലിയുണ്ട്. രണ്ടാളൊന്ന് പോയിത്താ. അയ്യോ നടക്ക്. അയ്യോ പോ. ചേട്ടാ, ഹലോ ചേട്ടാ. ചേട്ടാ ഞാൻ വിചാരിച്ചത് ഒരിക്കലും തെറ്റില്ല. എവിടെയോ എന്തോ ഒന്ന് മണക്കുന്നുണ്ട്. കൊച്ചു കള്ളൻ നടക്കട്ടെ. ഇങ്ങോട്ടൊന്ന് നോക്കേ, എങ്ങനെയുണ്ട് ഈ സാരി? നല്ല ഭംഗിയുണ്ടമ്മേ. അമ്മ ഇത് തന്നെ ഉടുത്താ മതി. എനിക്ക് മാത്രം മോഡലായിട്ടുള്ള സാരി തന്നിട്ട് ഉടുക്കാൻ പറഞ്ഞിരിക്കാം. അയ്യോ അത് വിട്. ഒരു ദിവസം കൊടുത്തു വെച്ച് ഒന്നും സംഭവിക്കില്ല. ഒരു ദിവസത്തേക്ക് ആയതുകൊണ്ട് എനിക്ക് ഇത്രയും പേടി. പണ്ട് മുതലേ ഇങ്ങനെയുള്ള സാരി ഞാൻ ഉടുക്കാറുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. പതിവില്ലാത്തത് ഇനി പതിവായിക്കോളും. തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് ടെൻഷൻ ഉണ്ടാവും. അത് കഴിയുമ്പോ നോർമലായിട്ട് ഫീൽ ചെയ്യും. അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ചേച്ചി, ഈ കമ്മൽ എങ്ങനെയുണ്ട്? എന്റെ ഡ്രസ്സിന് നന്നായിട്ട് ചേരില്ലേ? കൊരങ്ങനെ കമ്മലിടുന്ന പോലെ ഉണ്ടായിരിക്കും. എന്താടി നീ പറഞ്ഞ? ഹേയ് ഒന്നല്ല, കൊരങ്ങനെ എത്ര അലങ്കരിച്ചാലും കൊരങ്ങൻ കൊരങ്ങൻ തന്നെ ആയിരിക്കും എന്നാ പറഞ്ഞേ. പുസ്തകത്തിൽ നിന്നല്ലാതെ ലോക കാര്യങ്ങൾ ഒന്നും അറിയില്ലല്ലോ നിനക്ക്. എന്നിട്ട് എന്നെ കളിയാക്കാൻ വരുന്നോ? നിന്നെ ഞാൻ രണ്ടുപേരും ഒരുപാടങ്ങ് വളർന്നില്ലേ? എന്നിട്ടും കുട്ടിക്കളി മാറിയിട്ടില്ല. ഇങ്ങനെ ഓടുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടി വീണാലോ? എല്ലാം ഇവള് കാരണം അച്ഛാ. വീഴുന്നെങ്കി വീഴട്ടെ. വീഴുന്ന വീഴ്ചയിൽ സ്ക്രൂ പോയ ഈ തല ക്ലിയർ ആവുമ്പോ ക്ലിയർ ആവട്ടെ. വേണ്ട, നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്. ഏയ് ഒന്ന് നിർത്തി പിള്ളേരെ. ഇപ്പൊ നിങ്ങളുടെ വഴക്ക് തീർക്കല് മാത്രം ഞങ്ങളുടെ പണി. ഹലോ, തുടങ്ങി വെക്കുന്നത് ഇവളാ. എന്നിട്ട് എല്ലാരും കൂടെ എന്നെ കുറ്റം പറയുന്നോ? അതെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന നീയല്ലേ? എടി മുതുക്കി, നീ എന്നാ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളേ? ചേച്ചി, ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യ്. ഇവള് വെറുതെ വഴക്കുണ്ടാക്കുക. 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വെറുതെ ബഹളം വെച്ചോണ്ടിരിക്കുക. ഞാൻ എപ്പോഴും റബല. അന്യായം വെച്ച് പറപ്പിക്കില്ല. എന്റെ കൂടെ ആരും ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. നല്ല സ്ട്രോങ് ആയിട്ട്. അതിഥി, നമ്മുടെ വീട്ടിൽ സമാധാനത്തിനല്ലേ മുൻതൂക്കം. അങ്ങനെയുള്ളപ്പോ നീ ഇങ്ങനെ പോരാടിയാ നീതി ലഭിക്കുവോ? സമാനതയില്ല, ഒന്നുമില്ല. മെജോറിറ്റിക്കാ ഇവിടെ വില. അവസാനം സമ്മതിച്ചു നിനക്ക് മെജോറിറ്റി ഇല്ല മെച്ചൂരിറ്റി ഇല്ലാന്ന്. പാവ ആ കൊച്ചാന്നൊക്കെ വിചാരിച്ച് വെറുതെ വിടുമ്പോ നീ തലക്കറ വരുന്നത്. പ്രമി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും. ഒപ്പം ഞാൻ എന്ത് നല്ല കാര്യം ചെയ്തു ചെയ്തിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ എനിക്ക് 4 പെൺമക്കളെ തന്ന് ഒരു വലിയ കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. വീടാണെങ്കി എപ്പോഴും നല്ല ഉത്സവപ്പറമ്പ് പോലെയല്ലേ? എന്താ ഗംഗേ, എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നേ? ഞാനില്ലാതെ എന്നോട് പറയാതെ ഈ വീട്ടിലൊരു കല്യാണ നിശ്ചയം നടന്നിരിക്കുന്നു. ഇതിനേക്കാളും വലിയ അപരാധം വേറൊന്നുമില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല കല്യാണം നടത്താൻ അനുവദിക്കുകയുമില്ല.